7 ദിവസം വെള്ളമില്ല എന്ന് പറയുന്നത് എത്ര ബുദ്ധിമുട്ടാണ് എന്നതിനപ്പുറം വെള്ളമില്ലാതെ ഒരു നിമിഷം പോലും കടന്നു പോകാൻ കഴിയില്ല എന്നുള്ളതാണ് വസ്തുത. അങ്ങനെ ഇരിക്കെ എന്താണ് അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള ന്യായം? ഇനി എപ്പോഴാണ് ഇവർക്കൊക്കെ വെള്ളം കിട്ടുക? മോത്തി, എന്ത് ന്യായീകരണം ഈ പാവപ്പെട്ട ആളുകളുടെ മുമ്പിൽ നിരത്തിയാലും അത് വില പോകില്ല എന്നുള്ളതാണ്. കാരണം 7 ദിവസമായി കുടിവെള്ളമില്ലാതെ, ഒരു തുള്ളി വെള്ളമില്ലാതെ പല സ്ഥലങ്ങളിലും ഇപ്പോഴും ആളുകൾ ദുരിത ജീവിതം നയിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മൾ ഈ നിൽക്കുന്നത് നഗരത്തിലെ ഹൃദയഭാഗത്താണ്, പൂജപ്പുരയിലാണ്. പൂജപ്പുരയിൽ നിന്ന് പ്രധാന വഴിയിൽ നിന്ന് ഏതാണ്ട് മീറ്ററുകൾ മാത്രമേ ഉള്ളൂ ഈ പൈ റോഡിലേക്ക്. അവിടെയാണ് നിൽക്കുന്നത്. ഇവിടെ ഏതാണ്ട് 30ഓളം കുടുംബങ്ങൾക്ക് ഇപ്പോഴും വെള്ളം കിട്ടിയിട്ടില്ല. പലരും നേരത്തെയൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ പലരും പറയുന്നത് ഈ വീട്ടിൽ നിന്നും മാറി മറ്റ് ഒരു വീട്ടിലേക്ക് അല്ലെങ്കിൽ ബന്ധുക്കളുടെയൊക്കെ വീട്ടിലേക്ക് പോകേണ്ട ഒരു അവസ്ഥയിലാണ് യഥാർത്ഥത്തിൽ ഈ ഇവിടുത്തെ ആളുകളുള്ളത്. അതോടൊപ്പം കിടപ്പ് രോഗികളുണ്ട്, കുട്ടികളുണ്ട്. അവരുടെയൊക്കെ കാര്യം അതീവ ദയനീയമാണ്. യഥാർത്ഥത്തിൽ ചേട്ടൻ നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞു മകൻ്റെ വീട്ടിലായിരുന്നു എന്ന് പറഞ്ഞു. അതെ, ഇവിടെ വെള്ളം കിട്ടാതെ ഉണ്ട്. ഞങ്ങൾ 3-4 ദിവസം കുടിച്ചു വെച്ചിരുന്ന വെള്ളം ഉപയോഗിച്ചുകൊണ്ടിരുന്നു. പക്ഷെ പെട്ടെന്ന് ഇങ്ങനെ 4-5 ദിവസം മുടക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയില്ലായിരുന്നു. അപ്പോൾ പെട്ടെന്നൊരു ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് വെള്ളം തീർന്നപ്പോഴത്തേക്ക് ഞങ്ങൾ ബുദ്ധിമുട്ടി. ബാത്റൂമിൽ പോകാൻ പോലും വെള്ളമില്ലാതെ ഒരു ബുദ്ധിമുട്ടുണ്ടായി. കുടിവെള്ളത്തിന് പോലും കുപ്പിവെള്ളം വാങ്ങിക്കേണ്ടി വന്നു. പിന്നെ മകൻ പട്ടത്ത് താമസിക്കുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ പട്ടത്തോട്ട് പോയി ഞങ്ങൾ ഫാമിലിയായിട്ട് അവിടെ പോയി താമസിച്ചു. മകനുമൊക്കെ അവിടെ പോയി കുളിച്ചിട്ടൊക്കെ വന്നിട്ടാണ് ഓഫീസിൽ പോയത്. അങ്ങനെ ഞാൻ ഇടയ്ക്ക് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ടൊക്കെ ഇരിക്കായിരുന്നു. എനിക്ക് റോഡിൽ പോയി വെള്ളം പിടിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റാത്ത അവസ്ഥയാണ്. ഭാര്യയ്ക്കാണേലും നടക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. പ്രഷറൊക്കെ ഉള്ളതുകൊണ്ട് കയറി പോകാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടൊക്കെ താഴത്തെ ഒരു വീട്ടിലും ഇതുകൊണ്ടൊക്കെ തന്നെ സുഖമില്ലാത്തൊരു പേഷ്യൻ്റ് കിടക്കുന്നത്. അവരുടെ വീട്ടിൽ എന്നെക്കാട്ടിലും ബുദ്ധിമുട്ടാണ്. കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് താഴത്തെ ലൈനിൽ കൂടാണ് കണക്ഷൻ കൊടുത്തേക്കുന്നത്. അവർക്കും വെള്ളം കിട്ടാതെ കൊണ്ട് അവർ ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു. രാത്രിയിലൊക്കെ അവർ വെള്ളം ഉറക്കമൊഴിഞ്ഞ് വെള്ളം പിടിച്ചൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. എന്ത് ചെയ്യാമെന്ന് പറയാൻ അതേ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കാരണം ആരോഗ്യമുള്ളവർക്ക് ഈ ഇതിൻ്റെ സമീപത്തൊരു കിണറുണ്ട്. അവിടെ നിന്നും വെള്ളം കോരി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരികയാണ്. അതും ഒരുപാട് ദൂരം ഈ ഇടുങ്ങിയ വഴിയിലൂടെയൊക്കെ വേണം അവർക്ക് ബക്കറ്റിൽ വെള്ളമൊക്കെ കോരിക്കൊണ്ട് വരാനായിട്ട്. അതോടൊപ്പം ഈ കിടപ്പ് രോഗികളുള്ളിടത്തൊക്കെ കാര്യം അതീവ ദയനീയമാണ്. നമ്മൾ അത്തരത്തിലൊരു വീട്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഈ വീട്ടിൽ ഒരു അമ്മ വയ്യാതെ കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ദയനീയതയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. ചേട്ടാ, എന്താ ഇവിടുത്തെ ഒരു സ്ഥിതി? എന്താ, അമ്മയ്ക്ക് വയ്യ, അപ്പോൾ എങ്ങനെയാ, വെള്ളമില്ല, എന്താ ചെയ്യുന്നേ? വെള്ളം ഇപ്പോൾ താഴെ നിന്നൊക്കെ പോയി ചെമ്പുറെടുത്തോട്ട് വരണം. ചെമ്പുറ അമ്മ ക്യാൻസർ പേഷ്യൻ്റ് ആണ്. അപ്പോൾ അതാണ് അവസ്ഥ. അതായത് താഴോട്ടൊക്കെ പുതിയ ലൈനുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് വരില്ല. അപ്പോൾ ഇവിടെ ഒരു ടാങ്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിറയണ വെള്ളം മോട്ടർ അടിച്ച് നമുക്ക് ടാങ്ക് കയറ്റണം. പിന്നെ ഇത്രയും പേർക്ക് ഉപയോഗിക്കാൻ വലിയ പാടാണ്. പിന്നെ ഈ സൈഡിൽ കൂടെ നമുക്ക് പുതിയ ലൈൻ വന്നിട്ടില്ല. അപ്പോൾ അത് വരികയാണെങ്കിൽ പിന്നെ ഇപ്പോൾ 7 ദിവസമായി. 7 ദിവസം കൊണ്ട് മിനറൽ വാട്ടർ ഉപയോഗിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ട അവസ്ഥയാണ്. പണം കൊടുത്ത് വെള്ളം വാങ്ങേണ്ട ഒരു അവസ്ഥയിലാണല്ലേ? ഒന്നാമത് ചികിത്സയുടെ ചെലവുകൾ, കുടുംബത്തിൻ്റെ ഒരു 6 കീമോ കഴിഞ്ഞിരിക്കുകയാണ്. 70 വയസ്സായി. അമ്മ വലിയൊരു വിഷമമാണല്ലേ? വെള്ളമൊക്കെ കിട്ടാനും ഒക്കെ എല്ലാം കൊണ്ടും വലിയ വിഷമങ്ങൾ. 1.5 വർഷമായി അസുഖമായിട്ട് ഒരു ചികിത്സയിൽ തന്നെ കഴിയണം. ഇതൊക്കെ ഇത് ഒരു വീട്ടിലെയോ അല്ലെങ്കിൽ 2 വീട്ടിലെയോ ഒന്നും കാഴ്ചയല്ല. ഇത് തിരുവനന്തപുരം നഗരത്തിൽ ഒട്ടേറെ പേർ ഇതുപോലെ ദുരിതം അനുഭവിക്കുന്നുണ്ട്. കാരണം നമ്മൾ നേരത്തെയൊക്കെ സംസാരിച്ച ഒരു സ്ഥലത്ത് ആ വീട്ടിലെ അമ്മയ്ക്ക് കട്ടിൽ നിന്ന് എഴുന്നേക്കാൻ കഴിയില്ല. മക്കളും മരുമക്കളും ഒക്കെ ചേർന്നാണ് ആ അമ്മയെ നോക്കുന്നത്. അപ്പോൾ അവർക്ക് വെള്ളം, ഒരു തുള്ളി വെള്ളം അവരുടെ പൈപ്പിലൊന്നും തന്നെ ലഭ്യമല്ല. അതുകൊണ്ട് പൊതു ടാപ്പിൽ നിന്ന് വളരെ ദൂരത്ത് നിന്ന് ആ വെള്ളം ശേഖരിക്കും. ഒപ്പം ആ വീടിൻ്റെ കുറച്ച് അപ്പുറം മാറി ഒരു കിണറുണ്ട്. ആ കിണറ്റിൽ നിന്നും വെള്ളം കോരിക്കൊണ്ടുവന്നൊക്കെയാണ് അവർ പ്രാഥമികമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ജനജീവിതത്തെ അല്ലെങ്കിൽ ഓരോരുത്തരുടെയും ജീവിതത്തെ വലിയ തോതിൽ ബാധിക്കുന്ന ഒരു പ്രതിസന്ധിയായി ഇത് മാറുന്നു. അത് ഒരാഴ്ചയോളമായി ഇങ്ങനെ നിലനിൽക്കുന്നു. എന്നിട്ടും അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്നത് ഒരു